RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രശംസവും. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ വിസസ് ആൽവസ് മത്സരത്തെ കുറിച്ചാണ്. ബാഴ്സലോണയുടെ 126ാമത്തെ ആനിവേഴ്സറി അഥവാ 120ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന ബാഴ്സ ഫാൻസുകളെ നെട്ടിച്ചുകൊണ്ടാണ് ആൽവസ് തുടങ്ങിയത്. 49ാം സെക്കൻഡിൽ തന്നെ അവർ സെറ്റ് പീസ് കോർണറിൽ നിന്നൊരു ഗോൾ നേടും. കിടിലൻ ഗോൾ. ബാഴ്സയുടെ ഡിഫൻസിന്റെ കുറച്ച് മിസ്റ്റേക്കുകൾ കൊണ്ട് ഫസ്റ്റ് കളി തുടങ്ങി 49 സെക്കൻഡ് ആയിട്ടുള്ളൂ. കഴിഞ്ഞ സീസണിൽ ഇതേപോലെ ഒരു മത്സരം ഉണ്ട്. അപ്പൊ എല്ലാവരും പേടിച്ചു ഇത് ആ ഒരു മത്സരത്തിന് തുടക്കമായിരുന്നു. പക്ഷേ നമ്മുടെ റഫീനിയും ലെവൻഡോസ്കിയും യമാലും സ്റ്റാർട്ട് ചെയ്ത ക്യാമ്പ് നൂവിലെ രണ്ടാമത്തെ മത്സരമാണ്. അവരുടെ എല്ലാവരും കൂടി കളിക്കുന്ന ആദ്യ മത്സരമാണ്. പരിക്കുകളൊക്കെ മാറി റഫീനെ തിരിച്ചു വന്നു. അങ്ങനെ കിടിലൻ ഒരു പെർഫോമൻസ് നടത്തി 3-1 വിജയമാണ്. ഓൾമോണ് 2 ഗോൾ സ്കോർ ചെയ്ത് യമാൽ ഒരു ഗോളും ഒരു സ്കോറും ചെയ്തപ്പോൾ റഫീനെ 2 അസിസ്റ്റ് നേടിയിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ലെവൻഡോസ്കി കൂടി ഒരു അസിസ്റ്റ് നേടിയപ്പോൾ സർവാധിപത്യമായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഹാഫ് ഒഴികെ സെക്കൻഡ് ഹാഫിൽ എനിക്ക് നോക്കുമ്പോൾ അത്ര വലിയ പ്രകടനമല്ല ബാഴ്സയുടെ ഭാഗത്തുണ്ടായത്. അത് കളി കഴിഞ്ഞപ്പോൾ അൻസി ഫ്ലിക്കിന്റെ ആ ഒരു ചെയറിലിരിക്കുന്ന ഇരിപ്പും അതേപോലെ റഫീനെ പോയിട്ട് ആളോട് സംസാരിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പൊതുവെ നമ്മൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സെക്കൻഡ് ഹാഫിൽ ആ ഒരു മാറ്റം. 60ാം മിനിറ്റിൽ റഫീനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പെഡ്രി ഗ്രൗണ്ടിലോട്ട് വരുന്നു, മെജിഷ്യൻ കുറച്ച് കാലത്തെ പരിക്കിന് ശേഷം മെജിഷ്യൻ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. റഫീനയ്ക്ക് ഫുൾ ടൈം കളിക്കാനുള്ള ഒരു എബിലിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് തോന്നുന്നത് റഫീൻ എന്ന് 60ാം മിനിറ്റിൽ തന്നെ സബ്സ് ചെയ്ത്. പക്ഷെ 60 മിനിറ്റ് കൊണ്ട് തന്നെ മതി ചങ്ങായി. ഒരു ക്യാപ്റ്റന്റെ എബിലിറ്റി എന്താണെന്നും ആ ക്യാപ്റ്റൻ ആയിരിക്കേണ്ടത് എങ്ങനെയാണെന്നും അറഹോനിപ്പുള്ള കളിക്കാർ റഫീനിൽ നിന്ന് കണ്ടു പഠിക്കണം. എമ്മാതിരി പ്രസിംഗ് ചെയ്യുന്ന അതേപോലെ തന്നെ ആ ഒരു ക്യാപ്റ്റൻ ആയിരിക്കേണ്ട എല്ലാ സാധനങ്ങളും ആളുടെ കയ്യിലുണ്ട്. ഇനിഗോ മാർട്ടിനസും റഫീനി തന്നെ ആയിരുന്നു ക്യാപ്റ്റൻ ബാൻഡ് ബാഴ്സയ്ക്ക് വേണ്ടി അണിയേണ്ട 2 ആൾക്കാർ കഴിഞ്ഞ സീസണിൽ. നമ്മൾ കുറെ സീനിയോറിറ്റിയും കുറെ കാലം ബാഴ്സയിൽ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിജോണൊന്നും അതിൽ എനിക്ക് തോന്നുന്നു ഡിജോണും അറഹോനൊന്നും തീരെ അർഹിക്കാൻ പറ്റാത്തൊരു സാധനം ഈ ക്യാപ്റ്റൻസി എന്ന് പറയുന്നത്. ക്യാപ്റ്റൻസി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റഫീനിയ അല്ലെങ്കിൽ ഇനിഗോ മാർട്ടിനസ് അങ്ങനെയുള്ള പ്ലെയർക്കാണ് കൊടുക്കേണ്ടത്. 60 മിനിറ്റ് ചങ്ങായി ഗ്രൗണ്ടിൽ കളിച്ചിട്ടുള്ളൂ. 60 മിനിറ്റ് കളിക്കുമ്പോഴേക്കും ചങ്ങായി മാൻ ഓഫ് ദി മാച്ചും തൂക്കിയിട്ടാണ് പോയത്. 2 അസിസ്റ്റുകളാണ്. അത് സുന്ദരമായ 2 അസിസ്റ്റുകൾ കൊടുത്തത്. ഒന്നാമത്തെ അസിസ്റ്റ് ബാൾഡിയിലൂടെ റഫീനിലേക്ക് വരുന്നു. റഫീനെ അത് ക്രോസ് കൊടുക്കുന്നു. ലെവൻഡോസ്കിയുടെ കാലിൽ ടച്ച് ചെയ്ത് പോകുന്ന ബോൾ സ്ലൈഡ് ടച്ചാണ്. ആ ടച്ച് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഓൽമ ഗോളാക്കി മാറ്റിണ്ടാവും. ഓൽമയ്ക്ക് ആ ഒരു ബോള് എടുക്കാൻ പറ്റാത്ത അവസരത്തിലാണ് യമാൽ ഓടി വന്ന് പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്ന് സുന്ദരമായ ഫ്രീ ആയിട്ടൊരു ചാൻസ് ഗോളായിട്ട് മാറ്റുന്നത്. യമാലിന്റെ അവിസ്മരണമാക്കിയ കളിയാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി കളിയാണ്. യമാലിന്റെ ഒരു ഗോളും ഒരു അസിസ്റ്റും കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സുന്ദരമായ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഗോൾ അടിക്കാനുള്ളത് ചങ്ങായി. പക്ഷെ അത് ബോക്സ് തട്ടി പോകുമായിരുന്നു. അതിനുശേഷം ഒരുപാട് ട്രിബിളിങ്ങും അതേപോലെ നല്ലൊരു കളിയാണ് കളിച്ചു. പക്ഷെ ഇന്നും 90 മിനിറ്റ് ആശാനെ ഗ്രൗണ്ടിൽ കളിപ്പിച്ചത് എനിക്ക് അൻസി ഫ്ലിക്കിനോട് എനിക്ക് ചെറിയൊരു വിരോധം. റൂണിക്ക് അവസരം കൊടുക്കണം. എന്താ പറഞ്ഞാൽ യമാലിനൊക്കെ ഒരു പരിക്ക് വരികയാണെങ്കിൽ ബാക്കപ്പായിട്ട് പെട്ടെന്ന് ഒരു സുപ്രാത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ എത്രത്തോളം അത് ഇതാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ആൾക്ക് ഒരു പ്ലേ ടൈം ഒരു 20 മിനിറ്റ് ഒക്കെ അവസാനം ഒരു 70-80 മിനിറ്റ്. പക്ഷെ അങ്ങനെ ആയിരുന്നെങ്കിൽ യമാലിന്റെ അവസാനത്ത് അസിസ്റ്റ് കാണില്ലായിരുന്നു. സുന്ദരമായ ഒരു അസിസ്റ്റാണ് ഓൾമോയ്ക്ക് കൊടുത്തത്. അടിപൊളിയാണ് ഇന്നത്തെ കളി. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് പഴയൊരു ബാഴ്സലോണ തിരിച്ചു വന്നു. കം ബാക്ക് 1-0 പുറകിൽ പോയ ശേഷം അത് 49ാം സെക്കൻഡിലാണ് 1-0 പുറകിൽ പോകുന്നത്. അതിനുശേഷം അടിപൊളി ഒരു കം ബാക്ക് വന്നിട്ട് 3-1 വിജയം. സെക്കൻഡ് ഹാഫിൽ അവസാനം ആണ് ഈ ഓൽമോയിലൂടെ രണ്ടാമത്തെ ഗോൾ ഓൽമോ സ്വന്തമാക്കുന്നത്. എനിക്കിന്ന് ഓൽമോയുടെ പെർഫോമൻസ് 5 ഷോട്ടുകളാണ് ഓൺ ടാർഗറ്റിലേക്ക് അടിച്ചതിൽ 2 ഗോളാക്കാൻ പറ്റി. ഒരെണ്ണം ഭാഗ്യമില്ലാതെ പോയത്, അല്ലെങ്കിൽ അതും ഗോളായി ഹാട്രിക് അടിക്കേണ്ട ചങ്ങായി. അതേപോലെ എടുത്ത് പറയേണ്ടത് ജോൺ ഗാസിയോയുടെ സേവുകൾ. ആള് ഫസ്റ്റ് ടൈമിൽ ഒരു ഗോൾ വഴങ്ങി എല്ലാം സംഭവിച്ചു നോക്കിയാണ്. പക്ഷേ 25ാം മിനിറ്റിൽ ആൽവസിന്റെ ഒരു കൗണ്ടർ വരുന്നുണ്ട്. കൗണ്ടർ വന്നിട്ട് ആ ഒരു ബോള് നമ്മൾ പെനാൽറ്റി ബോക്സിനുള്ളിൽ ഇങ്ങനെ ചിപ്പ് ചെയ്തിങ്ങനെ ഉരുട്ടി കൊടുക്കുന്ന സമയത്ത് 2 പ്ലെയേഴ്സാണ് ആൽവസിന്റെ വന്ന് ഗോളിനായി ട്രൈ ചെയ്യുന്നത്. ഫസ്റ്റ് ആള് ഡൈവ് ചെയ്യുന്നു, അത് കിട്ടുന്നില്ല. അപ്പോൾ ഗ്രാസി അതേപോലെ ഡൈവ് ചെയ്യണം. ഗ്രാസി അവിടെ കിടക്ക നിലത്ത്. ആ സമയത്ത് അടുത്ത ആൾ അവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നത്. ആ കിടന്ന് അവിടെ നിന്ന് ഡൈവ് ചെയ്തിട്ട് ആ സേവ്, വാട്ട് എ സേവ്, അടിപൊളി. അതെന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സേവ് ആയിരുന്നു. അതിനുശേഷം ഒരു 3-4 സേവുകൾ കിടിലം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചങ്ങായി ഗോൾ കീപ്പർ എന്ന നിലയ്ക്ക് അതിൽ എനിക്കൊരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഗോള് വന്ന സമയത്ത് നമ്മുടെ ജെറാർ മാർട്ടിനാണ് ഇന്ന് സെൻട്രൽ ബാക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് അവിടെ ഫ്രീ ആയിട്ട് നിൽക്കായിരുന്നു. പക്ഷെ അതിനുശേഷം ഇന്നത്തെ ആളുടെ പെർഫോമൻസ് സെക്കൻഡ് ഹാഫിലായിക്കോട്ടെ ഫസ്റ്റ് ഹാഫിലായിക്കോട്ടെ അടിപൊളിയാണ്. സെൻട്രൽ ബാക്ക് നമ്മുടെ ക്രിസ്ത്യൻസനും അറോഹൊക്കെ ഉണ്ടായിട്ട് പോലും നമ്മൾ കഴിഞ്ഞൊരു കളിക്ക് കൂടെ ആള് ഹാൻസി ഫ്ലിക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടാണ് സെൻട്രൽ ബാക്ക് കളിക്കുന്നത്. നമ്മുടെ ആ ഒരു പ്രായത്തിന്റെ ഇതെല്ലാം ആള് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ കൊബാസി ഒന്ന് 2 ആളെ കളിച്ച് എല്ലാ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് ഇന്നത്തെ കളിയിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും
എനിക്ക് സെക്കൻഡ് ഹാഫിൽ കുറച്ച് നിരാശ നൽകിയാലും ലെവൻഡോസ്കി ആയിക്കോട്ടെ, അതേപോലെ യമാൽ ആയിക്കോട്ടെ, അതേപോലെ മിഡ്ഫീൽഡ് കളിച്ചിരുന്ന കസാഡോ, നമ്മുടെ ഓൽമോ, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചം. സ്റ്റാർട്ടിങ്ങിൽ നോക്കിയപ്പോൾ ഞാൻ ശരിക്കും ബെർണാലിനെ മിഡ്ഫീൽഡായിട്ട് കണ്ടപ്പോൾ കസാഡോയും ബെർണാലും അതേപോലെ തന്നെ ഓൽമോയാണ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നു. അതേപോലെ റൈറ്റും ലെഫ്റ്റായിട്ട് ബാൽഡയും അതേപോലെ തന്നെ ഗ്രാസിയ ഉണ്ടായിരുന്നു, ഹെറിക് ഗ്രാസിയ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കുണ്ടയുടെ പെർഫോമൻസ് കുറച്ച് കളികളിലായിട്ട് കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അതിന് നമ്മൾ ഹെറിക് ഗ്രാസിയ പറഞ്ഞാൽ ചങ്ങായി ബംഗാളി പണി എടുക്കുന്നത് എവിടെ വേണമെങ്കിൽ. മിഡ്ഫീൽഡിൽ റെഡിയാണ്, സെൻറ്റർ ബാക്ക് കളിക്കാൻ റെഡിയാണ്, റൈറ്റ് ബാക്ക്, ലെഫ്റ്റ് ബാക്ക്, ഇനി അറ്റാക്കിൽ കളിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആൾ റെഡിയാണ്. അങ്ങനെ ഒരു പ്ലെയറാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്കിന്റെ കീഴിലുള്ളത്. അതുകൊണ്ടാണ് ആൾ കോൺട്രാക്ട് ഒക്കെ റിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വിങ്ങുകളിലായിക്കോട്ടെ കളി, അതേപോലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് ഓൽമോയുടെ ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. ഞാൻ കഴിഞ്ഞ കളിക്കൊക്കെ ഓൽമോനെ കുറെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആണ്, പക്ഷെ ഓൽമോ അത്രയും വീക്കായിരുന്നു കളിയൊന്നും. പക്ഷെ ഇന്നത്തെ പെർഫോമൻസിൽ ഒന്നും പറയാനില്ല, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. റഫീനിയാണ് ഇന്ന് മാൻ ഓഫ് ദി മാച്ച് തൂക്കിയിരിക്കുന്നത്. 2 അസിസ്റ്റുകൾ കൊണ്ട് ചങ്ങായി ഇന്ന് ഗ്രൗണ്ട് നിറഞ്ഞ് കളിച്ചിരിക്കണം. ഒരു ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കാണിച്ചു തന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹൻസി ഫ്ലിക്കിനെ പോയി സമാധാനിപ്പിക്കുന്ന കളി കഴിഞ്ഞിട്ട് ആ സെക്കൻഡ് ഹാഫിലുള്ള പ്രകടനത്തിലാണ് ഹൻസി ഫ്ലിക്ക് അത്ര സാറ്റിസ്ഫൈ അല്ല. അതിനവിടെ പോയിട്ട് ഹാളിനോട് പറയുകയാണ്, ഞങ്ങൾ ഇനി ഫുള്ള് ഞങ്ങൾ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി അടുത്ത കളിക്കുക. അതേപോലെ സെക്കൻഡ് ഹാഫിൽ റാഷ്ഫോർഡും അത്യാവശ്യം നല്ല പെർഫോമൻസ് നടത്തുന്നുണ്ട്. ഇതേപോലെയാണ് ഞാനും ആഗ്രഹിച്ചത്. കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു ബാഴ്സലോണ അതേപോലെ തിരിച്ചു വരണം. ഇനി ചാമ്പ്യൻസ് ലീഗിൽ 3 മത്സരങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തെ മത്സരം വിജയിച്ചതോടുകൂടി റയലിനേക്കാളും 2 പോയിന്റ് മുന്നിലാണ് നിൽക്കുന്നത്. നാളത്തെ റയലിനൊരു മത്സരമുണ്ട്. നാളത്തെ മത്സരത്തിന്റെ വിധിക്ക് ശേഷമാണ് 1ാം സ്ഥാനം എത്ര നേരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും റയലിന്റെ പുറകിൽ തന്നെ ഉണ്ട് ബാഴ്സലോണ, അതിൽ പേടിക്കണ്ട. ഇനി അടുത്ത അത്ലറ്റികോ മഡ്രിഡായിട്ടാണ് മത്സരം വരുന്നത്. ആ മത്സരം ശരിക്കും ബാഴ്സ സംബന്ധിച്ചിടത്തോളം ഒരു കഠിനമായ മത്സരം തന്നെയാണ് അടുത്ത്. ചാമ്പ്യൻസ് ലീഗിൽ കഠിനമായിട്ടുള്ള മത്സരം ഇല്ലാത്തതുകൊണ്ട് അത്ലറ്റികോ മഡ്രിഡായിട്ട് മെയ് മറന്ന് കളിക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. കളിച്ചാൽ മാത്രമാണ് ആ 3 പോയിന്റ് കിട്ടുള്ളൂ. അടുത്ത മത്സരം അത്ലറ്റികോ മഡ്രിഡ് ആയിട്ടുള്ള മത്സരം ക്യാമ്പ് നൗവിലാണെന്നുള്ള ഒരു പോസിറ്റീവ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ഇന്നത്തെ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 15 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തത്. അതിൽ 6 എണ്ണമാണ് ഓൺ ടാർഗറ്റിൽ പോയിരിക്കുന്നത്. അതിൽ ചെറിയൊരു 8 എണ്ണമെങ്കിലും അല്ലെങ്കിൽ 10 എണ്ണമെങ്കിലും ഓൺ ടാർഗറ്റിലേക്ക് വേണമായിരുന്നു. ആൽവസ് നോക്കുകയാണെങ്കിൽ 7 ഷോട്ടുകൾ എടുത്തിട്ട് അതിന് 3 എണ്ണം ഓൺ ടാർഗറ്റിലേക്കാണ്. അതൊന്ന് ഗോളാക്കാൻ പറ്റി. 2 എണ്ണം നല്ല കിടിലൻ സേവ് ആയിട്ട് ഗ്രാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ബോൾ പൊസിഷൻ നോക്കുകയാണെങ്കിൽ 70% ബാഴ്സലോണ പൊസിഷൻ വെച്ചിട്ടാണ് ഈ ഗോൾ അടിച്ചിരിക്കുന്നത്. അതേപോലെ അവർക്കാണെങ്കിൽ 30% പൊസിഷൻ ഉണ്ടായിരുന്നു. 547 പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 266 പാസുകളാണ് ആൽവസ് കംപ്ലീറ്റ് ചെയ്തത്. പാസിംഗിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 91% ബാഴ്സലോണ ഉള്ളപ്പോൾ 83% മാത്രം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. 10 ഫൗളുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 22 ഫൗളുകളാണ് ആൽവസ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. യെല്ലോ കാർഡ് 2ഉം അവിടെ 3 യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 8 ഓഫ് സൈഡ് ആണെന്ന് ഹൻസി ഫ്ലിക്കിന്റെ ബാഴ്സലോണ ട്രാപ്പ് ചെയ്തിട്ട് ആൽവസിന് വീഴ്ത്തിയിരിക്കുന്നത്. കുറെ സാധനങ്ങൾ ഗോൾ പോസ്റ്റ് വരെ എത്തിയിട്ടാണ് ഓഫ് സൈഡ് റഫറി വിളിക്കേണ്ടായിരുന്നത്. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ ലാലീഗ് ടീമുകളോടൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ചാമ്പ്യൻസ് ലീഗൊക്കെ വരുന്ന സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് വരിക. അത്രയും ആ ഒരു ടീമിനെ കുറിച്ച് വിലയിരുത്തിയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 2 ഗോളിലൊക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മളത് ബുദ്ധിമുട്ടേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. അതേപോലെ കോർണേഴ്സ് ആണെങ്കിൽ 5 കോർണേഴ്സ് ബാൻസ വിൻ ചെയ്തപ്പോൾ 4 കോർണേഴ്സ് വിൻ ചെയ്തു ആൽവസ്. അപ്പോൾ ഇന്നത്തെ കളിയിൽ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ള ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ റഫീനോടെ തിരിച്ചു വരും. ആ റഫീനോടെ ക്യാപ്റ്റൻ പാൻ എനിക്ക് തോന്നുന്നു ഇനി ഉള്ള കളികളിൽ ഇപ്പോൾ പെട്രി ആയിക്കോട്ടെ, ഡീജോൺ ആയിക്കോട്ടെ, അറോഹോ ഒക്കെ തിരിച്ചു വരികയാണെങ്കിൽ പോലും നമ്മൾ ഈ സീനിയോറിറ്റി അതേപോലെ കുറെ കാലം കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ കളിക്കുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ക്യാപ്റ്റന്റെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ആ ഒരു പവർ മറ്റുള്ളവർ കൂടി ആ ഒരു പ്രസേവ് തന്നെ ആ മിഡ്ഫീൽഡിലും അതേപോലെ ഓൾമോഡ് എല്ലാവരുടെ കളിയുടെ ഒരു ഇത് മാറ്റം കണ്ടില്ലേ. അപ്പോൾ അതാണ് വേണ്ടത്. കഴിഞ്ഞ വർഷം ഇനിഗോ മാർട്ടിനസും റഫീനി 2 ആളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇനിഗോ മാർട്ടിനസ് ഇല്ല നമുക്ക്. അപ്പം ഇനി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയ സൈനികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു 3 പോയിന്റ് വിജയിച്ചിട്ട് റയലിനേക്കാളും ഫസ്റ്റ് പോയിന്റ് ടേബിളിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ റയലിന്റെ മത്സരം കഴിഞ്ഞാൽ നമുക്കിനി അവിടെ നിൽക്കുന്നുണ്ടോ അത് താഴെ ഇറക്കുമെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും റയലിന്റെ പിന്നാലെ തന്നെയുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.